ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര ദിവസമായി നമ്മൾ ഇവിടുന്ന് പോയിട്ട്? മുമ്പേ കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാംസ് അല്ലേ, അതും ചെന്നൈ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാം. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതല്ലേ? അതെ മാഡം, ബാഗ് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചതാ ക്യാൻസൽ ചെയ്താലോന്ന്. അപ്പോഴാണ് മേനോൻ സാറിന്റെ വിളി വന്നത്. പിന്നെ എങ്ങനെ ധിക്കരിക്കാൻ പറ്റുന്നേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചില്ലേ? വാ വാ. പോകുന്ന കാര്യം പറയാൻ വിളിച്ചിട്ട് മോളെ കിട്ടിയില്ല. അവിടുന്ന് നമ്മൾ എത്ര തവണ വിളിച്ചതാ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ശ്യാമേ. പക്ഷേ പ്രശ്നങ്ങളില്ലെങ്കിൽ ഫോൺ എടുക്കില്ലേ? ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ രാധിക ആദ്യം ആരാ വിളിക്കുന്നത്? ഫിദ മാഡത്തിനെ. എന്നിട്ട് വിളിച്ചില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നും കാണില്ലാന്ന്. എന്നാലും എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ആറ്റുവാശ്ശേരി ചെന്ന് മോളെ കണ്ടിട്ട് വന്നാലോ? പോകാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ദേ ഇപ്പൊ നല്ല യാത്രാക്ഷീണമുണ്ട്, അതൊന്ന് മാറട്ടെ. എനിക്ക് അങ്ങനെ ക്ഷീണമൊന്നുമില്ല. ഒന്ന് പോയിട്ട് വരായിരുന്നു. എന്നിട്ടാണോ എയർപോർട്ട് ലോഞ്ചിൽ തളർന്നിരുന്നേ? ശ്യാമ കുറച്ചുനേരം ഒന്ന് കിടക്ക്, നന്നായിട്ട് ഉറങ്ങ്. അപ്പോഴേക്കും മോളുടെ കോള് കണക്ട് ചെയ്യാൻ ഞാൻ എന്തേലും വഴി നോക്കാം. എടുത്തി, പിന്നെ വരുണും രാധിക ഒന്നിക്കും വരെ പ്രോഗ്രാം ഒന്നും എനിക്ക് കമ്മിറ്റ് ചെയ്യണ്ട. എനിക്ക് വെറുതെ ടെൻഷൻ എടുക്കാൻ വയ്യ. അവരൊന്നിച്ചാലും പിന്നെ പ്രോഗ്രാംസ് ഒന്നും എടുക്കണ്ട. അതെന്താ? എനിക്കെന്റെ മോളുടെ കൂടെ ഒന്ന് ജീവിക്കണ്ടേ? അവരുടെ സന്തോഷം ഒന്ന് കാണണ്ടേ? എന്ന് പറഞ്ഞ സംഗീത ലോകത്തിൽ നിന്ന് എന്നേക്കൊരു വിട പറയുവാണോ? എന്റെ ലോകം ഇനി അവള് മാത്രം എടുത്തി. പാടാവുന്നൊക്കെ ഞാൻ പാടിയില്ലേ. ഇനി അവക്ക് വേണ്ടി ജീവിച്ചാൽ മതി എനിക്ക്. ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. പിന്നെ ഞാൻ എഴുന്നേക്കുമ്പോ മോളെ വിളിച്ച് എനിക്ക് തന്നേക്കണം. ശരി ശരി. എടുത്തി, അവക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു ബാഗിലെടുത്ത് വെക്കണേ. അവള് വരുമ്പോ അത് കൊണ്ട് കൊടുക്കണ്ടേ? ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അതൊക്കെ ചെയ്യില്ലേ? എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ.